ഞാനൊന്നും പഠിച്ചിട്ടില്ല സാർ. അതായത് പരീക്ഷ വരുന്നുണ്ട് മാർച്ചിൽ, പക്ഷേ ഞാൻ ഒരു രീതിയിലും റെഡിയല്ല. ഇപ്പോൾ റാൻഡംലി ഒരു ചാപ്റ്റർ എടുത്ത് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ ചോദ്യങ്ങൾ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവില്ല. ഇതാണ് നിങ്ങളുടെ സ്ഥിതി ഇപ്പോഴെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. കാരണം 3 വഴികൾ ഞാൻ പറഞ്ഞുതരും. ആ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ഫുൾ A+ലേക്ക് എത്തുക അതൊന്നും തൽക്കാലം നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ പൊതുവേ നമ്മൾ ലൈവിലൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫുൾ A+നെ പറ്റിയിട്ടും ഫുൾ മാർക്കിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ചിലവരൊക്കെ ആലോചിക്കുന്നുണ്ടാവും, സാർ എനിക്ക് അത്രയ്ക്കൊന്നും ഉള്ള ലെവൽ ഇപ്പോൾ ആയിട്ടില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ലെവലിലാണ് ഞാനുള്ളത്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനെന്താ ചെയ്യേണ്ടത് എന്ന് കുറേ പേര് ചോദിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത്, ഒന്നും പഠിക്കാത്തവർക്കായി. അപ്പോൾ മക്കളെ, നിങ്ങളൊന്നും പഠിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷ വരുമ്പോഴും നിങ്ങൾ ഈ ഒരു സ്ഥിതിയിലാണ് നിൽക്കാൻ പ്ലാനെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം ഒരു ഡിസിഷൻ എടുക്കണം, ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്നു. എന്നാലും നമ്മൾ ഈ പറഞ്ഞിട്ടും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് കാര്യം നമ്മൾ എന്താണ്, ഒരു മാറ്റം ഉണ്ടാക്കണം. ഇനി നിങ്ങളുടെ മനസ്സിലുള്ള സംശയം, എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കി, എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം, ഇത്രയും നാളും പഠിക്കാൻ പറ്റില്ല, ഇനി പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുമോ, എന്നുള്ള കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നമുക്ക് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, എന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി അങ്ങോട്ട് പഠിച്ചാലും മാർക്ക് നേടാൻ പറ്റുമോ, കാര്യങ്ങളൊക്കെ ശരിയാവുമോ, തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ കുറച്ചധികം ഡെഡിക്കേഷനോടെ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിച്ചെടുക്കുക. അതിൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. കാരണം ഇനി പഠിച്ചാലും നമുക്ക് എന്താണ്, കാര്യങ്ങൾ നടക്കും, നല്ല മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ ഇനി പഠിക്കണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം പഠിക്കണമെന്ന് ഞാൻ പറയുമ്പോഴും നമ്മൾ യൂട്യൂബിൽ വന്നിങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം, എങ്ങനെ പഠിക്കുക? അതായത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്കണോ? അത് വായിച്ചു നോക്കാൻ നിങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും ആ പരിപാടി നടക്കുന്നില്ല എന്ന്. കാരണം ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ സ്കൂളിലെ നോട്ട്സ് നോക്കണം, സ്കൂളിലെ ക്ലാസ് ഫോളോ ചെയ്യണം, അപ്പോൾ ഒക്കെ പ്രശ്നങ്ങളാണ്. കാരണം സ്കൂളിലെ നോട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. ഇനി എഴുതിയ ആരുടെയും അടുത്ത് വാങ്ങിച്ചാൽ അതും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. സ്കൂളിലെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി ചാപ്റ്റേഴ്സ് കഴിയാനായിട്ടുണ്ടാവും, ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പം അത് ടീച്ചറിനോട് ഒന്നുകൂടി എടുത്തുതരാൻ പറഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് വളരെ സിമ്പിളായിട്ട് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എക്സാമിനറിൻ്റെ ഈ ചാനലിൽ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ നമ്മൾ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തീർത്തിട്ടുണ്ട്. നിങ്ങളാകെ ചെയ്യേണ്ടത് ആ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കാണണം. അതിന് വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മുടെ ഈ ചാനൽ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചാനൽ എടുക്കേണ്ട ആവശ്യം പോലില്ല, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് എടുക്കുക. ഓക്കെ, യൂട്യൂബ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൻ്റെ പേരാണോ വേണ്ടത് ആ ചാപ്റ്ററും പിന്നെ അതിൻ്റെ ഒപ്പം എന്താണ് എക്സാമിനർ എന്ന് ടൈപ്പ് ചെയ്താൽ എക്സാമിനറിൻ്റെ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ അല്ലെ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്, ഓൾറെഡി എടുത്ത ലൈവ് ക്ലാസ്സിൻ്റെ സാധനം അവിടെ വന്നോളും. ആ ചാപ്റ്ററിന് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യണം, ആ ചാപ്റ്റർ നിങ്ങൾക്ക് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾ കുറേ നോട്ട് തപ്പി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങിയൊരു കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചാപ്റ്ററുകൾ തീർക്കണം. ഓക്കെ, എങ്ങനെയാണ് ചാപ്റ്ററുകൾ പഠിച്ചെടുക്കുക? എക്സാമിനറിൻ്റെ വീഡിയോസ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, സാധനം കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇരുന്ന് കാണണം. ഇനി സാർ എത്ര നേരം ഇരുന്ന് കാണണം, ഒരു ദിവസം എത്ര ചാപ്റ്റർ ഒരു ദിവസം തീർക്കണം? മിനിമം ഒരു ചാപ്റ്റർ നിങ്ങൾ തീർത്താലേ കാര്യം നടക്കുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും മിനിമം ഒരു ചാപ്റ്റർ തീർക്കുക. അതായത് മിനിമം ഒരു വീഡിയോ, ഒരു 2 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്, ആ 2 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ട് തീർത്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഓരോ ദിവസം നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ തീർക്കാം. ചാപ്റ്റർ തീർക്കുക എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തീർക്കാം. ഫുൾ എക്സാമിൻ്റെ റെഡി ആവുന്ന രീതിയിൽ തീർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ബോറടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ ചാപ്റ്ററൊക്കെ തീർക്കാൻ വേണ്ടി ഒരു 3/4 ചാപ്റ്ററെങ്കിലും തീർക്കുക. അങ്ങനെ എല്ലാ ദിവസവും ഓരോ ദിവസവും നിങ്ങൾ ചാപ്റ്റർ തീർത്തു പോയാൽ നിങ്ങൾ എക്സാം ആകുമ്പോഴത്തേക്കും നമ്മൾ വേറെ ലെവലിലെത്തും. പിന്നെ മാരത്തോൺ ക്ലാസ്സും അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ A+ വാങ്ങാം. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം, ഞാൻ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാര്യം എന്താണ്, മൺഡേ ടു സാറ്റർഡേ, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും എക്സാം നടക്കുന്നവരെ ഒരു ചാപ്റ്ററെങ്കിലും എക്സാമിനറിൻ്റെ വീഡിയോ കണ്ടിട്ട് മതി, കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇത് നിർബന്ധമാണ്. എന്നാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ഇപ്പം ഫോർ എക്സാമ്പിൾ മാത്സ് ആണെങ്കിൽ മാത്സ് കാണാം. കൂടുതൽ അതാണ് ടഫെങ്കിൽ ബാക്കിയൊക്കെ നിങ്ങൾ അവസാനം മാനേജ് ചെയ്തുകൊണ്ടെങ്കിൽ മാത്സ് കണ്ടുപഠിക്കുക. അതിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ട് തുടങ്ങണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങളിപ്പോൾ പോസ് ചെയ്യുക, എന്നിട്ട് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, കംപ്ലീറ്റ്
ചാപ്റ്റേഴ്സ് തീർക്കുമെന്ന്. കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ട, ഓരോ ദിവസവും ഒരു ചാപ്റ്റർ തീർക്കും എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നിട്ട് വീഡിയോ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലാണ്ട് ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഭയങ്കര സുഖമുള്ള ഫീലിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് കാര്യം എന്താ, ഓരോ ദിവസം ഒരു ചാപ്റ്റർ. രണ്ടാമത്തെ കാര്യം, ഞാൻ മൺഡേ ടു സാറ്റർഡേ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സൺഡേ എന്ത് ചെയ്യും? മക്കളെ വെറുതെ ഇങ്ങനെ ചാപ്റ്റർ പഠിച്ചാൽ മാത്രം കാര്യമില്ല. നിങ്ങൾ മൺഡേ പഠിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ ശനിയാഴ്ച മറന്നു പോയിക്കോളും. അപ്പം സൺഡേ എന്ന് പറഞ്ഞ ദിവസം അത്യാവശ്യം നല്ല സമയം കിട്ടും. ഫുൾ ഡേ ഇരുന്ന് പഠിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കുറച്ച് അധികം സമയം ഇരുന്ന് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 to 5 മണിക്കൂറെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവിഷൻ ചെയ്യാൻ വളരെ സിമ്പിളാണ്. വെറുതെ എന്ത് ചെയ്യരുത്, വെറുതെ വീഡിയോ പിന്നെയും കാണല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ആ വീഡിയോ ഏതാണ് ചാപ്റ്റർ നിങ്ങൾ കണ്ടത്, ആ വീക്ക് ഏതൊക്കെയാണ് കണ്ടത്, അതിൻ്റെ വീഡിയോ എടുക്കുക, നമ്മുടെ എക്സാമിനറിന് വീഡിയോ എടുക്കുക. നിങ്ങൾ അതിൽ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, എന്നിട്ട് വീഡിയോ പോസ് ചെയ്യുക. ആൻസർ നോക്കുന്നതിന് മുൻപ് നിങ്ങൾ സ്വന്തം ആലോചിക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ വെരിഫൈ ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോകുക. ഓക്കെ, അല്ലാണ്ട് വെറുതെ വീഡിയോ വീണ്ടും കണ്ടാൽ അത് റിവിഷൻ ആവില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് റിവൈസ് ചെയ്യുക. അപ്പോൾ എല്ലാ സൺഡേയും റിവിഷൻ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. എന്താണ്? റിവിഷൻ. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്തേ പറ്റുള്ളൂ, വെറുതെ ചാപ്റ്റർ പഠിച്ചിട്ടും കാര്യമില്ല. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതായത് പലപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ സീനിയേഴ്സിനും ഇതിൻ്റെ മുമ്പ് പറഞ്ഞ എല്ലാ SSLCയിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും +1ലും +2ലും സ്കൂളിൽ പഠിക്കുന്നവർക്കും സ്കൂളിൽ പഠിക്കാത്തവർക്കൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നിങ്ങൾക്കും അറിയാം. എല്ലാ ദിവസവും ഒരു ചാപ്റ്റർ തീർക്കണം, റിവിഷനൊക്കെ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ആദ്യത്തെ 2-3 ദിവസമൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ മെല്ലെ എന്താണ്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങൾ വീണ്ടും എന്താണ് ആ പഴയ പോലെ തന്നെയാവും. അപ്പോൾ ഇത് നാച്ചുറലി എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യും, അതായത് എങ്ങനെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കും, അല്ലേ? മൊത്തത്തിൽ അവസാനം നോക്കുമ്പോൾ എന്താണ്, നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അഡ്വൈസ് പറഞ്ഞുതരാം, അല്ല 2-3 കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് വിശ്വസിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, എനിക്കും ഇതുപോലത്തെ പല ആയിരക്കണക്കിന് സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളി. ഓക്കെ മക്കളെ, ഈ പഠിത്തത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? 2 മണിക്കൂറൊക്കെ ഒരു ദിവസമൊക്കെ ഇരിക്കേണ്ടി വരും. 2-2.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയം ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത്രയും നേരം ഒരുമിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലേ? അന്ന് അത്രയും പറ്റുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് ഡിസിപ്ലിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ലൈഫിൽ എന്താണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലങ്ങൾക്ക് നമ്മളിങ്ങനെ ഫാസ്റ്റ് മൂവിങ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ 5 മിനിറ്റ് ഉപയോഗിച്ച്, പിന്നെ സ്നാപ്ചാറ്റ് ഉപയോഗിച്ച്, പിന്നെ ഫേസ്ബുക്ക് ഉപയോഗിച്ച്, പിന്നെ യൂട്യൂബ് നോക്കി, അങ്ങനെ ഒരു ചെയ്യുന്ന മനസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ ആ മനസ്സിന് മനസ്സിനെ അറിയില്ല. എങ്ങനെ 2 മണിക്കൂർ അല്ല 1 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിന് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. എങ്ങനെ ട്രെയിൻ ചെയ്യുക? ഏറ്റവും സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഡിസിപ്ലിൻ ഉണ്ടാക്കുക. ഏറ്റവും സിമ്പിൾ കാര്യത്തിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യാത്ത ആളാണെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് ബ്രഷ് ചെയ്യുക. ഓക്കെ, അപ്പം രാവിലെ എണീറ്റാൽ തന്നെ ബ്രഷ് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടും എല്ലാം അങ്ങനെ കുറച്ച് ഇങ്ങനെ എന്താണ് ഉഴപ്പിയിട്ടായിരിക്കും. ഉഴപ്പില്ല, ചെറിയ കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്. രാവിലെ എനിക്ക് നേരെ പോയി ബ്രഷ് ചെയ്യുന്നു, മടിയാണെങ്കിലും ബ്രഷ് ചെയ്യുന്നു. ബ്രഷ് ചെയ്യുക, വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക, നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. അപ്പോൾ ഇതെന്തിനാണ് സാർ ചെയ്തത്? റൂം വൃത്തിയാക്കിക്കൊണ്ട് എങ്ങനെ A+ കിട്ടുക? മക്കൾ അതല്ല പോയിന്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മെല്ലെ ഡിസിപ്ലിൻ ഉണ്ടാക്കി കൊണ്ടുവരിക. ഈ ഡിസിപ്ലിൻ നിങ്ങൾ ചെറിയ ഉണ്ടാക്കിയാൽ നിങ്ങൾ രാവിലെ ഡേ തുടങ്ങുന്നത് തന്നെ കുറച്ച് ഡിസിപ്ലിനാണെങ്കിൽ മെല്ലെ നിങ്ങൾ അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നതിലും നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ ചെയ്യും, ഇതിലും കുറച്ചൊരു ഡിസിപ്ലിൻഡായിട്ട് ചെയ്യണമല്ലോ, കുറച്ച് ഓർഡറായിട്ട് ചെയ്യണമല്ലോ, കുറച്ച് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഫീലിംഗ് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഇത് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ എന്തൊക്കെയാണോ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നത്, ബുക്കൊക്കെ ബാഗിലെടുത്ത് വെക്കുകയാണ്, അതും കുറച്ച് എന്താണ് ഒരു വൃത്തിയായിട്ടൊക്കെ ചെയ്യാം. എന്നിട്ട് വൈകുന്നേരം തിരിച്ച് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുക. ടൈം ടേബിളൊക്കെ എൻ്റെ കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം. അതുണ്ടാക്കിയിട്ട് അതും മെല്ലെ ഡിസിപ്ലിൻഡായിട്ട് എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതൊക്കെ കുറച്ചും കൂടി സ്ട്രക്ചേർഡായിട്ട് ഡിസിപ്ലിൻഡായിട്ട് ചെയ്യാൻ നോക്കുക. മെല്ലെ നിങ്ങളുടെ പഠിത്തവും അങ്ങനെ തന്നെയാവും. കാരണം നിങ്ങളുടെ മൊത്തം ലൈഫ് കുറച്ചൊരു ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി ആ ഡിസിപ്ലിൻ ഇങ്ങനെ കയറി വരും. ഓക്കെ, അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ അഡ്വൈസാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മെല്ലെ എന്താണ് ഈ സമയമൊക്കെ പഠിക്കുന്ന സമയമൊക്കെ കൂട്ടുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി കാര്യം ചെയ്യാൻ പറ്റും. എത്ര പേര് ചെയ്യുന്നതാണ്, എല്ലാ വർഷവും ലക്ഷങ്ങളോളം കുട്ടികൾ നന്നായിട്ട് പഠിച്ചൊരു മാർക്ക് വാങ്ങുന്ന അവരും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ തന്നെയല്ലേ. അപ്പോൾ പോസിബിളാണ്, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ഡിസിപ്ലിനും ബിൽഡ് ചെയ്ത് ഈ 3 കാര്യങ്ങൾ ഇനി മുതൽ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് ഉള്ള ദിവസങ്ങൾ പോവുക.
നിങ്ങൾ പഠനത്തിലുള്ള നിങ്ങളുടെ മികവ് മാത്രമല്ല, നിങ്ങളുടെ അവസാനത്തെ പബ്ലിക് എക്സാം മാർക്ക് തന്നെയല്ല, നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. ഇത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ SSLC നമ്മുടെ ബാച്ചിലൊക്കെ പഠിച്ച കുറേ കുട്ടികൾ നമ്മുടെ മെഗാ ഇവന്റിന് വന്നപ്പോൾ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. കുട്ടികൾ മാത്രമല്ല, അവരുടെ പേരൻസും പറഞ്ഞ കാര്യമാണ്. എക്സാമിൻ്റെ ക്ലാസ് കണ്ടു തുടങ്ങിയ പിന്നെ പഠിത്തം മാർക്ക് മാത്രമല്ല, ആള് തന്നെ മാറിപ്പോയി. ആള് തന്നെ മാറിപ്പോകുന്ന ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ്. നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ തക്കം ഹെൽപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ മാക്സിമം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 100% ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനൊരു ടൈം ടേബിളിനെ പറ്റി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അങ്ങനെ പഠിക്കാൻ വേണ്ടി ടൈം ടേബിളൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ടൈം ടേബിൾ വേണം സാർ എന്ന് പറയുക. അങ്ങനെയാണ് നമുക്ക് ടൈം ടേബിളിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാം.